ഇറാന്റെ എണ്ണ സമ്പത്തിനെ തകർക്കാനുള്ള അമേരിക്കയുടെ നീക്കങ്ങളെ രൂക്ഷമായ ഭാഷയിൽ പരിഹസിച്ച് ഇറാൻ പാർലമെന്ററി സ്പീക്കർ മുഹമ്മദ് ബാഗർ കാലിബാഫ് യുഎസ് നടപ്പിലാക്കുന്ന സാമ്പത്തിക തന്ത്രങ്ങൾ തികച്ചും പരാജയമാണെന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം വരും ദിവസങ്ങളിൽ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില ബാരലിന് $140 ഉയരുമെന്നും പറഞ്ഞു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെയാണ് പ്രതികരണം. യുഎസ് സൈനിക നടപടികൾ ആരംഭിച്ച് 3 ദിവസം പിന്നിട്ടിട്ടും ഇറാന്റെ ഒരൊറ്റ എണ്ണ ഉൽപാദന കേന്ദ്രത്തിന് പോലും നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടില്ല. ഉപരോധം നീണ്ടാലും ഇറാന്റെ എണ്ണക്കിണറുകൾക്കൊന്നും സംഭവിക്കില്ലെന്നും ഇറാൻ പാർലമെന്റ് സ്പീക്കർ തുറന്നടിച്ചു. ഇവിടുത്തെ എണ്ണക്കിണറുകൾ സുരക്ഷിതമായിരിക്കുന്നത് വേണമെങ്കിൽ ലൈവ് സ്ട്രീമിംഗ് നടത്തി കാണിക്കാമെന്നും അമേരിക്കൻ ട്രഷറി സെക്രട്ടറി അറിയിച്ചു. യുഎസ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റിനെയാണ് കാലിബാഫ് പ്രധാനമായും ലക്ഷ്യം വെച്ചത്. ബെസന്റിനെ പോലുള്ളവരുടെ തെറ്റായ ഉപദേശങ്ങളാണ് അമേരിക്കൻ ഭരണകൂടത്തെ വഴിതെറ്റിക്കുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു. ഇവർ എണ്ണവില $120 മുകളിൽ എത്തിച്ചു കഴിഞ്ഞുവെന്നും കാലിബാഫ് പരിഹസിച്ചു. അതേസമയം പശ്ചിമേഷ്യയെ സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് തള്ളിവിട്ട് ഇറാനെതിരെ അമേരിക്കയും ഇസ്രയേലും ആരംഭിച്ച സംയുക്ത സൈനിക നടപടികൾ 60-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഫെബ്രുവരി 28 പുലർച്ചെ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന പേരിൽ അമേരിക്കയും ഇസ്രായേലും തുടങ്ങിയ സൈനികാക്രമണം രാജ്യത്ത് തന്നെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇറാന്റെ ആണവശേഷി ഉന്മൂലനമാണ് തങ്ങളുടെ ലക്ഷ്യമെന്നാണ് പെന്റഗൺ മേധാവി പറയുന്നത്. ജനപ്രതിനിധി സഭയിലാണ് അദ്ദേഹം പറഞ്ഞത്. ആക്രമണം ഇറാനെ തീർത്തും ദുർബലമാക്കിയെന്നും പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സറ്റ് അവകാശപ്പെട്ടു. ഇറാനുമായുള്ള യുദ്ധത്തിനായി അമേരിക്ക ഇതുവരെ $25 ബില്യൺ ചെലവാക്കിയതായും പെന്റഗൺ വെളിപ്പെടുത്തി. ബുധനാഴ്ച നടന്ന ഹൌസ് ആംഡ് സർവീസസ് കമ്മിറ്റിയിലാണ് പീറ്റ് ഹെക്സറ്റ് യുദ്ധത്തിന്റെ ആദ്യ ഔദ്യോഗിക ചെലവ് കണക്കുകൾ പുറത്തുവിട്ടത്. ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നത് തടയാൻ ഏത് വിലയും നൽകാൻ അമേരിക്ക തയ്യാറാണെന്ന് പ്രതിരോധ സെക്രട്ടറി പറഞ്ഞു. ഹോർമൂസ് നാവിക ഉപരോധം തുടരുമെന്ന് പറഞ്ഞ ഹെക്സറ്റ് യുദ്ധം എന്ന് അവസാനിക്കുമെന്നതിന് വ്യക്തത നൽകിയില്ല. എന്നാൽ രാജ്യത്തെ എണ്ണക്കിണറുകൾക്ക് ഒന്നും സംഭവിക്കില്ലെന്നും വേണമെങ്കിൽ ലൈവ് സ്ട്രീമിംഗ് നടത്തി കാണിക്കാമെന്നും മറുപടി നൽകി ഇറാൻ. അതേസമയം യുദ്ധത്തിന്റെ സാമ്പത്തിക ഭാരം ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്നുവെന്ന വിമർശനവുമായി ഡെമോക്രാറ്റുകൾ ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ പ്രത്യേക സൈനിക ഉദ്യമങ്ങളുമായി ബന്ധപ്പെട്ട് വിന്യസിച്ചിട്ടുള്ള ആയിരക്കണക്കിന് യുഎസ് മറീനുകളുടെ വ്യക്തിവിവരങ്ങൾ ചോർത്തിയെന്ന അവകാശവാദവുമായി ഇറാൻ ബന്ധമുള്ള ഹാക്കർ ഗ്രൂപ്പുകളും ഇതിനിടയിൽ രംഗത്ത് വന്നിട്ടുണ്ട്. ഇക്കാര്യത്തിൽ യുഎസ് സൈനിക ആസ്ഥാനമായ പെന്റഗൺ അന്വേഷണവും ആരംഭിച്ചു. ചോർന്ന വിവരങ്ങളിൽ ചിലത് ആധികാരികമാണെന്ന് പ്രാഥമിക കണ്ടെത്തലുകൾ സൂചിപ്പിക്കുന്നതായി വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തു. മേഖലയിലെ യുഎസ് മറീനുകൾക്ക് നേരെ ഈ ഗ്രൂപ്പ് ഭീഷണി മുഴക്കിയതായാണ് വിവരം. ഇറാനുമായുള്ള യുദ്ധത്തിന്റെ ഭാഗമായി പശ്ചിമേഷ്യയിൽ വിന്യസിച്ചിരിക്കുന്ന മറീനുകളെയും അവരുടെ കുടുംബങ്ങളെയും ലക്ഷ്യമിട്ടാണ് സൈബർ ആക്രമണം നടന്നിരിക്കുന്നത്. ടെലഗ്രാം വഴി വിവരങ്ങൾ പുറത്തുവിട്ട ഹാക്കർമാർ തങ്ങൾ ഈ മറീനുകളെ നിരന്തരം നിരീക്ഷിക്കുന്നുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 2000-ലധികം മറീനുകളുടെ വ്യക്തിവിവരങ്ങൾ ചോർത്തിയതായാണ് വിവരം. ഹൻസാല എന്ന ഹാക്കർ ഗ്രൂപ്പാണ് വിവരങ്ങൾ ചോർത്തിയതെന്നാണ് പ്രാദേശിക അറബ് വാർത്താ വെബ്സൈറ്റ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഏകദേശം 2000-ഓളം സൈനികരുടെ വിവരങ്ങൾ ചോർന്നുവെന്ന് വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നു. 2379 യുഎസ് മറീനുകളുടെ വിവരങ്ങളാണ് ചോർന്നിരിക്കുന്നതെന്ന് കൃത്യമായ കണക്ക് ഷഫാക്.com പുറത്തുവിട്ടിരിക്കുന്നത്. ഒരു ടെലഗ്രാം ചാനലിലൂടെയാണ് ഗ്രൂപ്പ് ഇവരുടെ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നതെന്നും അവർ റിപ്പോർട്ട് ചെയ്യുന്നു. തങ്ങളുടെ നിരീക്ഷണ പാടവം തെളിയിക്കാനാണ് ഹാക്കർ ഗ്രൂപ്പ് ഈ നീക്കത്തിലൂടെ ലക്ഷ്യമിട്ടതെന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. മേഖലയിൽ വിന്യസിച്ചിരിക്കുന്ന മറീനുകൾക്ക് തങ്ങൾ നിരീക്ഷണത്തിലാണെന്നും ലക്ഷ്യമിടാൻ സാധ്യതയുണ്ടെന്നും വാട്സ്ആപ്പ് സന്ദേശങ്ങളിലൂടെ മുന്നറിയിപ്പ് ലഭിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. മറീനുകളുടെ കുടുംബ വിവരങ്ങൾ, വിലാസങ്ങൾ, ദിനചര്യകൾ, ദൈനംദിന നീക്കങ്ങൾ എന്നിവയുൾപ്പെടെ കൂടുതൽ വിവരങ്ങൾ തങ്ങളുടെ പക്കലുണ്ടെന്നും ഇവ പിന്നീട് പുറത്തുവിടുമെന്നും ഹാക്കർ ഗ്രൂപ്പ് അവകാശപ്പെട്ടു. എങ്കിലും ഈ അവകാശവാദങ്ങൾ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. അതേസമയം തകർച്ചയുടെ വക്കിലാണെന്നും ഹോർമൂസ് കടലിലേക്ക് എത്രയും വേഗം തുറന്നു നൽകണമെന്നും ഇറാൻ യുഎസിനോട് ആവശ്യപ്പെട്ടതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. ഇതിന് പിന്നാലെയാണ് യുഎസ് മറീനുകളുടെ വ്യക്തിവിവരങ്ങൾ ചോർന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. എണ്ണ വിവരങ്ങൾ തടയുന്നതിനായി നിലവിൽ ഇറാന്റെ തുറമുഖങ്ങളിലേക്കുള്ള കപ്പൽ ഗതാഗതം യുഎസ് നാവികസേന തടഞ്ഞിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.